ദൈവത്തിന് സ്തോത്രം. പ്രഭാതമന്നയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രഭാതത്തെ ചിന്തയ്ക്ക് ആധാരമായി എടുത്തിരിക്കുന്ന തിരുവചന വേദഭാഗം 17-ാം സങ്കീർത്തനം, അതിൻ്റെ 2-ാം വാക്യം. സങ്കീർത്തനങ്ങൾ 17-2. എനിക്കുള്ള വിധി നിന്റെ സന്നിധിയിൽ നിന്ന് പുറപ്പെടട്ടെ. എനിക്കുള്ള വിധി നിന്റെ സന്നിധിയിൽ നിന്ന് പുറപ്പെടട്ടെ. ഈ 17-ാം സങ്കീർത്തനം ദാവീദിൻ്റെ സങ്കീർത്തനമാണ്. അവിടെ ദാവീദ് ഇപ്രകാരം പറയുന്നു: ദൈവമേ, എനിക്കുള്ള വിധി ഒരു മനുഷ്യന്റെ മുൻപിൽ നിന്നല്ല, നിന്റെ സന്നിധിയിൽ നിന്ന് തന്നെ പുറപ്പെടട്ടെ. നമ്മെ വിധിക്കുന്ന ഒരു ദൈവമുണ്ട്. ദാവീദ് പറഞ്ഞു, എന്നെ വിധിക്കുന്നത് ഒരു മനുഷ്യനല്ല, മറിച്ച് ദൈവ സന്നിധിയിൽ നിന്ന് തന്നെ എൻ്റെ വിധി പുറപ്പെടണം. മനുഷ്യനെ വിധിപ്പാൻ അധികാരമില്ല. ദൈവവചനം നമ്മൾ പഠിക്കുമ്പോൾ മത്തായി 7-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇപ്രകാരം കാണുന്നു: നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത്. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങളെയും വിധിക്കും. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും. എന്നാൽ ദൈവത്തിൻ്റെ വിധി നാം നോക്കുമ്പോൾ ഇവിടെ പറയുന്നു, നാം വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് നാം മറ്റൊരു വ്യക്തിയെ വിധിക്കരുത്. കാരണം നാം എങ്ങനെയാണോ ഒരു വ്യക്തിയെ വിധിക്കുന്നത്, അതുപോലെ നമ്മൾ വിധിക്കുന്ന വിധിയാൽ നമ്മെയും തിരിച്ച് വിധിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന്. ഹല്ലേലൂയ. നാം വചനം പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ വിധി ചില അടിസ്ഥാനങ്ങളുടെ മേൽ നിലനിൽക്കുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. റോമർക്കെഴുതിയ ലേഖനം 2-1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നു: അതുകൊണ്ട് വിധിക്കുന്ന ഏതു മനുഷ്യനുമായുള്ളവേ, നിനക്ക് പ്രതിവാദം പറവാൻ ഇല്ല. അന്യനെ വിധിക്കുന്നതിൽ നീ നിന്നെ തന്നെ കുറ്റം വിധിക്കുന്നു. വിധിക്കുന്ന നീ അതുതന്നെ പ്രവർത്തിക്കുന്നുവല്ലോ. അതായത് നാം ഒരു മനുഷ്യനെ വിധിക്കുമ്പോൾ നാം നമ്മെ തന്നെ വിധിക്കുന്നതിന് തുല്യമെന്നാണ് ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. അതിൻ്റെ 2-ാം വാക്യം വായിക്കുമ്പോൾ ഇപ്രകാരം കാണുന്നു: എന്നാൽ ആവക പ്രവർത്തിക്കുന്നവരുടെ നേരെ ദൈവത്തിൻ്റെ വിധി സത്യാനുസരണമായിരിക്കുന്നുവെന്ന്. അതായത് ദൈവത്തിൻ്റെ വിധിയുടെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് സത്യത്തിന് അടിസ്ഥാനമാണ്. ഹല്ലേലൂയ. മനുഷ്യൻ വിധിക്കുമ്പോൾ ഒരുപക്ഷെ സാഹചര്യങ്ങൾക്ക് അനുകൂലമായോ മുഖം നോക്കിയോ വിധിക്കാറുണ്ട്. ചിലപ്പോൾ ചില വ്യക്തികൾക്ക് വേണ്ടി സത്യം മറച്ചു വെച്ച് അവർ വിധി പറയുവാൻ ആഗ്രഹിക്കാറുണ്ട്. എന്നാൽ ദൈവം, വചനം പറയുന്നു, മുഖപക്ഷമില്ലാത്ത ദൈവം നമ്മെ വിധിക്കുമ്പോൾ സത്യത്തിന് അനുസരണമായി മാത്രമേ വിധിക്കുകയുള്ളൂ. നാം നമ്മെ അറിയുന്നതിനേക്കാൾ ഉപരി നമ്മെക്കുറിച്ച് അറിയുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം നമ്മെ വിധിക്കുന്നത് സത്യത്തിന് അനുസരണമായിട്ടാണ്. റോമർ 2-5 നാം വായിക്കുമ്പോൾ അവിടെ കാണുന്നു: എന്നാൽ നിന്റെ കാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താലും നീ ദൈവത്തിൻ്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപ ദിവസത്തേക്ക് നിനക്കു തന്നെ കോപം ചരുതിച്ചു വയ്ക്കുന്നു. അവിടെ പറയുന്നു, വിധിക്കുള്ള 2 കാര്യങ്ങൾ: 1 കാഠിന്യം, 2 അനുതാപമില്ലാത്ത ഹൃദയം. അതാണ് അവിടെ പറയുന്നത്, നിന്റെ കാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താലും നീ ദൈവത്തിൻ്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപ ദിവസത്തേക്ക് നിനക്ക് തന്നെ കോപം ചരുതിച്ചു വെക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വിധി അവിടെ പറയുന്നത് നീതിയുള്ള വിധിയാണ്. പ്രൈസ് ദി ലോർഡ്. ഒന്നാമതായി നാം ചിന്തിച്ചു, സത്യത്തിന് അനുസരണമായിട്ട് വിധിക്കുന്ന ഒരു ദൈവം. ഇവിടെ പറയുന്നു, ദൈവത്തിൻ്റെ വിധി എന്ന് പറയുന്നത് നീതിയുള്ള വിധിയാണ്. ഹല്ലേലൂയ. നമ്മുടെ ദൈവം അനീതിയുടെ ദൈവമല്ല. ഹല്ലേലൂയ. ഈ വചനം പറയുന്നു, അവൻ നമ്മുടെ നീതി എന്ന്. അപ്പോൾ നമ്മുടെ കാഠിന്യം കൊണ്ടും അനുതപിക്കുവാൻ മനസ്സില്ലാത്ത ഒരു ഹൃദയം നമുക്കുണ്ടെങ്കിൽ, ആമേൻ, ഈ 2 കാര്യങ്ങൾ കൊണ്ട് നമ്മളെ വിധിക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. എന്നാൽ ദൈവത്തിൻ്റെ വിധി നീതിയുള്ള വിധിയാണ്. ആ റോമർ 2-6 മുതൽ 10 വരെ നമ്മൾ വായിക്കുമ്പോൾ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവിടെ പറയുന്നത്, നമ്മെ വിധിക്കുന്ന ദൈവം നമ്മുടെ പ്രവൃത്തിക്ക് തക്ക വിധി വിധിക്കുന്നു എന്നാണ്. അവിടെ പറയുന്നു, അവന് ഓരോരുത്തനെ അവനവൻ്റെ പ്രവൃത്തിക്ക് തക്ക പകരം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അവിടെ നാം വായിക്കുമ്പോൾ 6 മുതൽ 10 വരെ വായിക്കുമ്പോൾ അവിടെ കാണുന്നു, നല്ല പ്രവൃത്തിക്ക് വേണ്ടുന്ന സ്ഥിരത പൂണ്ട് തേജസ്സും മാനവും അക്ഷതയും അന്വേഷിക്കുന്നവർക്ക് നിത്യജീവൻ ലഭിക്കും. അപ്പോൾ അവിടെ പറയുന്നു, നമ്മുടെ പ്രവൃത്തി നല്ല പ്രവൃത്തിയായിരിക്കണം.
മാത്രമല്ല, നല്ല നല്ല പ്രവൃത്തിയിൽ നമ്മൾ സ്ഥിരതയുള്ളവരായിരിക്കണം. അസ്ഥിരന്മാരായിരുന്നാൽ ദൈവത്തിൽ നിന്ന് ഒന്നും പ്രാപിക്കുവാനായിട്ട് കഴിയത്തില്ല. ഇവിടെ പറയുന്നു നമ്മുടെ പ്രവൃത്തി, അമേൻ അമേൻ, സ്ഥിരതയുള്ള പ്രവൃത്തി, നല്ല പ്രവൃത്തി. ഹല്ലേലൂയ. അങ്ങനെ നാം ആയിരിക്കുന്നുവെങ്കിൽ അവിടെ പറയുന്നു, അങ്ങനെ നാം നല്ല പ്രവൃത്തിക്ക് വേണ്ടുന്ന സ്ഥിരത പൂണ്ട് അമേൻ തേജസ്സും മാനവും അക്ഷരയും അന്വേഷിക്കുന്നവർക്ക് നിത്യജീവനെ നൽകുന്ന ഒരു ദൈവം. വീണ്ടും പറയുന്നു, ശാഠ്യം പൂണ്ട് സത്യം അനുസരിക്കാതെ അനീതി അനുസരിക്കുന്നവർക്ക് കോപവും ക്രോധവും കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒന്നാമതായിട്ട് അവിടെ നിത്യജീവൻ കൊടുക്കും. രണ്ടാമതായിട്ട് പറയുന്നു, ആമേൻ, അനീതി അനുസരിക്കുന്നവർക്ക്, ആമേൻ, ശാഠ്യം പൂണ്ട് ദൈവത്തെ സത്യത്തിന് വേണ്ടി നമ്മെ വിട്ടുകൊടുക്കാതെ അനീതി അനുസരിക്കുന്നവർക്ക് ദൈവം കോപവും ക്രോധവും കൊടുക്കും. വീണ്ടും അവിടെ പറയുന്നു, തിന്മ പ്രവർത്തിക്കുന്ന ഏതു മനുഷ്യാത്മാവിനും കഷ്ടവും സങ്കടവും ലഭിക്കുമെന്ന്. അപ്പോൾ ദൈവത്തിൻ്റെ വിധിയുടെ പ്രത്യേകതകൾ നാം ശ്രദ്ധിക്കണം. ആമേൻ. വീണ്ടും പറയുന്നു, നന്മ പ്രവർത്തിക്കുന്ന ഏവനും മഹത്വവും മാനവും സമാധാനവും ലഭിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ വിധി എത്ര ഭയങ്കരമെന്ന് നാം നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്ത് ഹൃദയങ്ങളെ ഏകാഗ്രപ്പെടുത്തി ദൈവത്തിൻ്റെ വിധിക്ക് വേണ്ടി നമ്മെ വിട്ടുകൊടുത്താൽ, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ നല്ല പ്രവൃത്തിക്ക് വേണ്ടുന്ന സ്ഥിരത പൂണ്ട് ആമേൻ ദൈവ ഹിതം അന്വേഷിച്ച് നാം മുന്നേറിയാൽ ദൈവത്തിൽ നിന്ന് വലിയ നന്മകളെ നമുക്ക് പ്രാപിക്കുവാനായിട്ട് സാധിക്കും. ആ റോമർ 2:11 തന്നെ പറയുന്നു, ദൈവം മുഖപക്ഷമില്ല, ദൈവത്തിൻ്റെ പക്കൽ മുഖപക്ഷമില്ലല്ലോ. ഹല്ലേലൂയ. മനുഷ്യൻ മുഖത്തെ നോക്കി വിധിക്കുമ്പോൾ, മനുഷ്യൻ മുഖം നോക്കി അഭിപ്രായം പറയുമ്പോൾ, നമ്മുടെ ദൈവം, ആമേൻ, ഹല്ലേലൂയ, മുഖപക്ഷമില്ലാതെ വിധിക്കുന്ന ദൈവമാണ്. ആ റോമർ 2:12 പ്രകാരം കാണുന്നു, ന്യായപ്രമാണമില്ലാതെ പാപം ചെയ്തവരൊക്കെയും ന്യായപ്രമാണം കൂടാതെ നശിച്ചു പോകും. ന്യായപ്രമാണം ഉണ്ടായിട്ട് പാപം ചെയ്തവരൊക്കെയും ന്യായപ്രമാണത്താൽ വിധിക്കപ്പെടും. അപ്പോൾ ന്യായപ്രമാണത്താൽ, അതായത് ദൈവത്തിൻ്റെ വചനത്തിന് അനുസരിച്ച് നമുക്ക് വിധി ലഭിക്കുന്നു എന്ന് ദൈവവചനം പറയുന്നു. അപ്പോൾ നമ്മെ വിധിക്കുന്നതിനെ അടിസ്ഥാനമായിട്ട് ദൈവം എടുക്കുന്നത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന വചനമാണ്, ദൈവവചനമാണ്. അപ്പോൾ ആ ന്യായപ്രമാണം നമുക്ക് ഉണ്ടായിട്ടും നാം പാപം ചെയ്താൽ നമുക്ക്, ഹല്ലേലൂയ, നേരത്തെ പറഞ്ഞതുപോലെ കോപവും ക്രോധവും കഷ്ടവും സങ്കടവും ഒക്കെ ലഭിക്കുവാൻ ഇടയായിത്തീരും. എന്നാൽ നല്ല പ്രവൃത്തിക്ക് വരുന്ന സ്ഥിരത പൂണ്ട് ആമേൻ ദൈവകരങ്ങളിൽ നമ്മെ വിട്ടുകൊടുത്താൽ നിത്യജീവൻ അവകാശിയായി തീരും. മാനവും മഹത്വവും സമാധാനവും പ്രാപിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ വിധി നാം മനസ്സിലാക്കി ഭയത്തോടെ വിറയലോടെ നാം ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കുവാൻ ഇന്ന് പ്രഭാതത്തിൽ ദൈവം നമ്മോട് ആമേൻ ആവശ്യപ്പെടുകയാണ്. റോമർ 2:15 പറയുന്നു, അവരുടെ മനസാക്ഷി കൂടെ സാക്ഷ്യം പറഞ്ഞും അവരുടെ വിചാരങ്ങൾ തമ്മിൽ കുറ്റം ചുമത്തുകയോ പ്രതിവാദിക്കുകയോ ചെയ്തും കൊണ്ട് അവൻ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തി തങ്ങളുടെ ഹൃദയത്തിൽ എഴുതിയിരിക്കുന്നതായി കാണിക്കുന്നു. അതായത് മനസാക്ഷി സാക്ഷ്യം പറയുക, വിചാരങ്ങൾ തമ്മിൽ കുറ്റം ചുമത്തുക, പ്രതിവാദിക്കുക. അതായത് കുറ്റം ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയത്തിൽ അത് തെറ്റെന്ന് തോന്നിക്കാറുണ്ട്. ഹല്ലേലൂയ. നാം ഒരു വ്യക്തിയോട് നമ്മൾ പെട്ടെന്ന് ആമേൻ അവരോട് നാം സംസാരിക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് അപ്പോൾ നമ്മൾ പറഞ്ഞു പോയാലും പിന്നെ നമ്മുടെ ഹൃദയത്തിൽ അത് പറയണ്ടായിരുന്നു എന്നുള്ള ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ വരും. കാരണം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ആ സമയത്ത് നാം ചെയ്തത് തെറ്റെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നതാണ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ മനസ്സാക്ഷിക്ക് വേണ്ടുന്ന, ആമേൻ, ഹല്ലേലൂയ, നമ്മുടെ മനസ്സാക്ഷി തന്നെ സാക്ഷ്യം പറയുന്ന ഒരനുഭവം, തെറ്റെന്ന് തന്നെ പറയുവാൻ, ആമേൻ, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കുമെന്നാണ് അവിടെ പറയുന്നത്. റോമർ 2:16 പറയുന്നു, ദൈവം യേശുക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ എൻ്റെ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കുമെന്ന്. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ സുവിശേഷം, അതായത് ദൈവവചന പ്രകാരം നമ്മെ ന്യായം വിധിക്കുന്ന ഒരു ദൈവം, മനുഷ്യരുടെ രഹസ്യങ്ങളെ അറിഞ്ഞ് വിധിക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. ഹൃദയത്തിൻ്റെ ഉൾപ്പുകളെ പോലും ആരാഞ്ഞറിയുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയങ്ങളെ ഇന്ന് പകൽക്കാലം
ദൈവകരങ്ങളിൽ കൊടുക്കാമോ? ഹൃദയം ആമേൻ ഹല്ലേലൂയ ദൈവത്തിൻ്റെ ആത്മാവിന് വസിക്കുവാനുള്ള ഒരു നല്ല ഇടമാക്കി നമുക്ക് കൊടുത്താൽ ആമേൻ ഹല്ലേലൂയ പരിശുദ്ധനായ ദൈവത്തിന് വസിക്കുവാൻ ആമേൻ അനുയോജ്യമായ ഒരിടമാക്കി നമ്മുടെ ഹൃദയങ്ങളെ നാം രൂപാന്തരപ്പെടുത്തിയാൽ ദൈവികമായ നന്മകളും അനുഗ്രഹങ്ങളും പ്രാപിക്കാം. ഈ ഭൂമിയിൽ സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ജീവിക്കുവാൻ കഴിയും. ഇതിനെല്ലാം ഉപരിയായി നിത്യജീവന് നാം അവകാശിയായി തീരും. ദൈവം നമ്മെ വിളിച്ചത് തന്നെ നിത്യജീവനായിട്ടാണ്. ഹല്ലേലൂയ. ഒരു ഹല്ലേലൂയ ആമേൻ ആ ഒരു പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ വന്നാൽ നിശ്ചയമായിട്ട് ദൈവഹിതപ്രകാരം ജീവിക്കാൻ നമുക്ക് ഇടയായിത്തീരും. ഹല്ലേലൂയ. നാം ഇന്ന് ചിന്തയ്ക്ക് എടുത്തതുപോലെ ആമേൻ അവിടെ ദാവീദ് പറയുന്നു, എനിക്കുള്ള വിധി നിന്റെ സന്നിധിയിൽ നിന്ന് പുറപ്പെടണം. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് നമുക്ക് വേണ്ടി വിധി പുറപ്പെടുമ്പോൾ ആമേൻ നമുക്ക് സന്തോഷിപ്പാൻ ഇടവരണം. ഹല്ലേലൂയ. ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെ ജീവിതത്തെ നമ്മുടെ പ്രവൃത്തിയെ ആമേൻ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് അനുഗ്രഹിക്കപ്പെട്ട ആമേൻ സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു ജീവിതത്തിന് ഉടമയായി തീരുവാൻ എല്ലാറ്റിനുപരിയായി നിത്യജീവനെ അവകാശിയായി തീരത്തക്കവണ്ണം ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാമോ? കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മെ പൂർണ്ണമായി വിട്ടുകൊടുത്ത് ആമേൻ എൻ്റെ ജീവിതത്തെ ഉള്ളതുപോലെ അറിയുന്ന ദൈവമേ, അങ്ങ് തന്നെ എനിക്ക് സകലത്തിനും വിധി കൽപ്പിക്കുന്നവനാകയാൽ ഞാൻ എന്നെ തന്നെ നിനക്കായി സമർപ്പിക്കുന്നുവെന്ന് ആമേൻ ആമേൻ ദൈവകരങ്ങളിൽ വിട്ടുകൊടുത്താൽ അനുഗ്രഹിക്കപ്പെട്ട സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു ജീവിതത്തിന് ഉടമയായി ഈ ഭൂമിയിൽ ജീവിപ്പാനായിട്ട് നമുക്ക് സാധിക്കും. അതിനായി ദൈവം നമ്മെ ഈ വചനങ്ങളിലൂടെ സഹായിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാമോ? പരിശുദ്ധ നല്ല ദൈവമേ, സ്വർഗീയ രാജാവേ, അപ്പാ ഇന്ന് പ്രഭാതത്തിൽ കേട്ട വചനപ്രകാരം ഓരോരുത്തരും തങ്ങളെ തന്നെ ക്രമീകരിച്ച് ദൈവത്തിൽ നിന്ന് ഹല്ലേലൂയ നമുക്ക് ആമേൻ വിധി ഉണ്ടാകുമ്പോൾ കർത്താവെ അത് നിത്യജീവന് ആമേൻ ഹല്ലേലൂയ ആമേൻ ഞങ്ങൾക്ക് അവകാശിയായി തീരത്തക്കവണ്ണമുള്ള ആമേൻ ജീവിതം ക്രമീകരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. സ്വസ്ഥതയും സമാധാനവും മാനവും മഹത്വവും അക്ഷതയും ലഭിക്കത്തക്കവണ്ണം ദൈവഹിതത്തിൽ നിന്ന് ആമേൻ ആമേൻ വിട്ടുമാറാതെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതത്തിന് ഉടമകളായി തീരുവാൻ ഈ വചനം കേട്ട ഓരോരുത്തരെയും ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിൽ സർവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ കർത്താവെ ദൈവവചനം ആമേൻ അനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ മേൽ അവിടുത്തെ സാന്നിധ്യത്തിൻ്റെ ശക്തി പകർന്ന് ദൈവകരങ്ങളിൽ ആമേൻ അവർ ഭദ്രമായിരിക്കട്ടെ പച്ച. ഒരു അത്ഭുത വിടുതൽ ഓരോരുത്തരുടെ മേലും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. വചനപ്രകാരം ഞങ്ങളെ ന്യായം വിധിക്കുമ്പോൾ ദൈവസന്നിധിയിൽ സന്തോഷത്തോടെ നിൽക്കത്തക്കവണ്ണം ഓരോരുത്തരെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിന് ഉടമകളാക്കി തീർക്കുന്നുണ്ട്. സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ അധികാരമുള്ള നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ ആമേൻ. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. ദൈവം നമ്മെ അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.